നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ AK ബാലനെ പോലുള്ള CPM നേതാക്കൾ പറയുന്നത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് ആ മുന്നണി ഒരു മുസ്ലിം അനുകൂല മുന്നണിയാണ്. UDF വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഊന്നൽ മുസ്ലിം വോട്ടൊക്കെ UDF കൊണ്ടുപോകും, അല്ലെങ്കിൽ UDF ഒരു മുസ്ലിം അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് വ്യംഗ്യമായി ആക്ഷേപിക്കുകയാണ് LDF ചെയ്യുന്നത്. ഇന്ത്യയിലെമ്പാടും നോക്കിയാൽ കുറെ കാലം വരെ അത് തന്നെയായിരുന്നു സ്ഥിതി. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ ഏതാണ്ട് N ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിനാണ് കിട്ടിയിരുന്നത്. പക്ഷെ ഉത്തർപ്രദേശിലെത്തിയാൽ അത് സമാജ്വാദി പാർട്ടിക്ക് പോകുന്നു, ബീഹാറിലെത്തിയാൽ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിക്ക് പോകുന്നു. പിന്നീട് കോൺഗ്രസും ഈ പാർട്ടികളൊക്കെ തന്നെ സഖ്യമുണ്ടായി, അല്ലെങ്കിൽ ഈ പാർട്ടികളുമായിട്ട് സഖ്യം ചേർന്നാണ് കോൺഗ്രസ് പല ഇലക്ഷനിലും മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തിന്റെ ഒരു ചാമ്പ്യന്മാരായിട്ടാണ് ഇപ്പോഴും കോൺഗ്രസ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മറുഭാഗത്ത് BJPക്കെതിരെ ഭൂരിപക്ഷ വർഗീയത ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് സ്വാഭാവികമായും BJP എതിർക്കാൻ ന്യൂനപക്ഷങ്ങൾ തങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം ജനവിഭാഗം കോൺഗ്രസിന്റെ പിടിയിൽ നിന്ന് പതുക്കെ 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 അവർ മറ്റ് ചില വഴികളിലേക്ക് പോവുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദേശീയ പാർട്ടികളിൽ മുസ്ലിങ്ങൾക്ക് വലിയ വിശ്വാസമില്ലാതായിരിക്കും. അതാത് സ്ഥലങ്ങളിലുള്ള പ്രത്യേകം രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് ഇവയുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാനുള്ള ഏതോ ഒരു ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ തന്നെ നമ്മൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നോക്കൂ. AIMIM ഒവൈസിയുടെ പാർട്ടി കടുത്ത മുസ്ലിം രാഷ്ട്രീയം പറയുന്ന പാർട്ടിയാണ്. ആ പാർട്ടി ഇടക്കാലത്ത് അതിന് ചെറിയൊരു ക്ഷീണം സംഭവിച്ചെങ്കിലും ഇപ്പോ മഹാരാഷ്ട്രയിൽ അത് വലിയ ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ 29 നഗരസഭകളിലേക്ക്, കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 125 സീറ്റാണ് AIMIM നേടിയത്. ഈ സീറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ അധികായനായ ശരത് പവാർ അദ്ദേഹത്തിന്റെ പാർട്ടിയേക്കാൾ വലുതാണ്, സമാജ്വാദി പാർട്ടിയേക്കാൾ വലുതാണ്, അതേപോലെ തന്നെ രാജ് താക്കറെയുടെ നവനിർമ്മാൺ സേനയേക്കാൾ വലുതാണ്. അവരെക്കാളൊക്കെ ഏറെ സീറ്റാണ് ഇപ്പോ AIMIM നേടിയിരിക്കുന്നത്. മുംബൈയിൽ മാത്രം അവർ 8 സീറ്റ് നേടി. അവിടെ കോൺഗ്രസ് കിട്ടിയിരിക്കുന്നത് 24 സീറ്റാണ്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ നിരവധി കോർപ്പറേഷനിൽ AIMIMന്റെ തിളക്കമാർന്ന പ്രകടനം നമുക്ക് കാണാൻ പറ്റും. കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ പലയിടത്തും AIMIM ആണ്, ഒവൈസിയുടെ പാർട്ടിയാണ് ജയിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അവർ വലിയ ആധിപത്യം നേടാൻ കഴിഞ്ഞു. ഉദാഹരണത്തിന് മഹാരാജ സംഭാജി നഗർ അല്ലെങ്കിൽ പഴയ ഔറംഗാബാദ്. ഈ ഔറംഗാബാദിൽ BJPക്ക് തൊട്ടു പിറകിലാണ് AIMIMന്റെ സ്ഥാനം. അവിടെ 33 സീറ്റാണ് ഈ പാർട്ടി നേടിയിരിക്കുന്നത്. കഴിഞ്ഞ മഹാരാഷ്ട്ര തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 29 കോർപ്പറേഷനുകൾ കഴിഞ്ഞ തവണ കിട്ടിയതിന്റെ ഇരട്ടി സീറ്റുകളാണ് ഇപ്പോൾ അവർ നേടിയെടുത്തിരിക്കുന്നത്. മലേഗാവ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ കോർപ്പറേഷനാണ്. അവിടെ 84 സീറ്റാണുള്ളത്. അവിടെ 21 സീറ്റ് AIMIM നേടി. അതേപോലെ തന്നെ ധുലയിൽ അവർ 10 സീറ്റ് കിട്ടി. ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ നേരത്തെ പറഞ്ഞതുപോലെ 8 സീറ്റ് കിട്ടി. നാഗ്പൂരിൽ 7 സീറ്റ് കിട്ടി. അങ്ങനെ മിക്ക കോർപ്പറേഷനുകളിലും താനെയിൽ അവർക്ക് സീറ്റ് കിട്ടി. അങ്ങനെ മുംബൈയിൽ സീറ്റ് കിട്ടി. അങ്ങനെ നിരവധി അവിടേക്ക് 5 സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. സോലാപൂരിൽ 8 സീറ്റ് കിട്ടി. അങ്ങനെ മഹാരാഷ്ട്രയിലെ വിവിധ സ്ഥലങ്ങളിൽ AIMIMന് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 125 സീറ്റ് 29 കോർപ്പറേഷനിലായിട്ട് അവർ പിടിച്ചെടുത്തു. വലിയ പാർട്ടികളായ BJPക്കും 2 ശിവസേനകൾക്കും കോൺഗ്രസും തൊട്ടു പിറകിലാണ് അവരുടെ സ്ഥാനം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? മുസ്ലിങ്ങൾ ഇതുവരെ അവരെ ദേശീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസിനെയോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയോ ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന അവരൊക്കെ തന്നെ ആ പാർട്ടികളെ കുറിച്ച് അവർ പറയുന്നത് എന്താണ്? ആ പാർട്ടികളെ കുറിച്ച് പറഞ്ഞ അവർ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങുന്നു, അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് മുസ്ലിങ്ങളുടെ വോട്ട് അവർക്ക് കിട്ടുന്നു. മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടി മുസ്ലിങ്ങളെ ആശ്രയിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പരസ്യമായിട്ട് മുസ്ലിം കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടികൾക്ക് വേണ്ടി മാത്രം തങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഒരു പുതിയൊരു പാർട്ടി വന്നിരിക്കുന്നത്, മുസ്ലിം പാർട്ടി.
ഇസ്ലാം പാർട്ടി എന്നാണ് അതിന്റെ പേര്. അതിന്റെ അബ്രിവേഷൻ എന്ന് പറയുമ്പോൾ അതിന് വേറെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ ചുരുക്ക പേര് ഇസ്ലാം പാർട്ടി എന്ന രീതിയിലാണ് അവര് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ പേരിലൂടെ തന്നെ അതിന്റെ സ്വഭാവം നമുക്കറിയാം. അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലഗോൺ, ആ മലഗോൺ ഏതാണ്ട് അവർക്ക് 33 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. 84 സീറ്റിൽ 21 സീറ്റ് AMI കിട്ടി, 33 സീറ്റ് ഇസ്ലാം പാർട്ടി കിട്ടി. അപ്പൊ AMIM-ഉം ഈ ഇസ്ലാം പാർട്ടിയും ഒരുമിച്ചാൽ സുഖമായിട്ട് അവർക്ക് മലഗോൺ മുനിസിപ്പൽ കോർപ്പറേഷൻ അവർക്ക് ഭരിക്കാൻ കഴിയും. ആസിഫ് ഷെയ്ഖ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ്. അതായത് ഇതുവരെ കോൺഗ്രസിന്റെ MLA ആയിരുന്ന ആസിഫ് ഷെയ്ഖ് ആണ് ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. ഇതാണ് മഹാരാഷ്ട്രയിലെ സ്ഥിതി. ഇതോടൊപ്പം തന്നെ നമുക്ക് തൊട്ടടുത്ത് കുറച്ച് അപ്പുറത്ത് കിടക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാം, അവിടെയും അടുത്ത മാസം മെയ്യിൽ ഒക്കെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെയും ഏതാണ്ട് AIUDF എന്ന് പറയുന്ന ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു മുസ്ലിം പാർട്ടി, ആ പാർട്ടി വളരെ ശക്തമാണ്. അവരും പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന വോട്ടുകളാണ് ഇപ്പോൾ സമ്പാദിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റ് ചില പാർട്ടികളുണ്ട്. ഉദാഹരണത്തിന് ബംഗാളിലെ TMC MLA ഹുമയൂൺ കബീർ, അദ്ദേഹം മുർഷിദാബാദിൽ ഒരു ബാബരി മസ്ജിദ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ബാബരി മസ്ജിദ് രാമക്ഷേത്രം തകർത്ത് ബാബരി മസ്ജിദ് ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഇന്ത്യയിൽ ദീർഘകാലമായിട്ട് സംഘർഷം നടന്നിരുന്നത്. അങ്ങനെ അവസാനം ബാബരി മസ്ജിദ് 92-ൽ തകർന്നു. പിന്നീട് കോടതി വിധിയെ തുടർന്ന് ഈ അടുത്ത കാലത്ത് രാമജന്മഭൂമി ക്ഷേത്രം പണിതു. പക്ഷെ ഇപ്പം മുർഷിദാബാദിൽ ഒരു ബാബരി മസ്ജിദ് ഉണ്ടാക്കിയാണ് തൃണമൂൽ കോൺഗ്രസിന് MLA ആയിരുന്ന ഹുമയൂൺ കബീർ ചെയ്തത്. ഇപ്പൊ അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി ശക്തമാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്നത് ബംഗാളിലെ 294 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിൽ 125 സീറ്റുകളിൽ മുസ്ലിങ്ങൾക്ക് വളരെ കാര്യമായ സ്വാധീനമുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 45 മണ്ഡലങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയിരുന്ന വോട്ടുകളൊക്കെ തന്നെ മുസ്ലിം വോട്ടുകളായിരുന്നു. ആ വോട്ടുകളുടെ നല്ലൊരു ശതമാനം അടിച്ചു മാറ്റാൻ ആർക്ക് പറ്റും? ഈ ഹുമയൂൺ കബീറിന്റെ പാർട്ടിക്ക് പറ്റും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇത് ബംഗാളിലെ സ്ഥിതിയിലാണ്. അവിടെയും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബംഗാൾ സ്ഥിതിയിലാണ്. അപ്പൊ മഹാരാഷ്ട്രയിൽ ഇങ്ങനെയാണ് സ്ഥിതിയിരിക്കുന്നത്. അവിടെ ഒവൈസിയുടെ പാർട്ടി ഈ ബംഗാളിലും ഒവൈസിയുടെ പാർട്ടിയായിട്ട് സഖ്യം ഉണ്ടാക്കാനാണ്. കാരണം നേരത്തെ ഒവൈസിയുടെ പാർട്ടി വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അവിടെയും സഖ്യം ഉണ്ടാക്കിയെടുക്കാനാണ് ആര് ശ്രമിക്കുന്നത്? ഈ ഹുമയൂൺ കബീറിന്റെ പാർട്ടി ശ്രമിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നേരത്തെ ബീഹാറിലും AMIM കാര്യമായ സ്വാധീനം നേടിയിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് മുസ്ലിം പാർട്ടികൾ, പ്രാദേശിക അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന മുസ്ലിം പാർട്ടികൾ മുസ്ലിങ്ങളുടെ അവര് ഐഡന്റിഫൈ ചെയ്യാണ്. മുസ്ലിം ഇഷ്യൂസുമായിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യുന്നു. മുസ്ലിം ഇഷ്യൂ തങ്ങളുടെ ഇഷ്യൂ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നു. മറ്റ് പാർട്ടികളൊക്കെ തന്നെ അവർക്ക് വോട്ടാണ് വേണ്ടത്. കാരണം മെയിൻ സ്ട്രീം പൊളിറ്റിക്സ് നിൽക്കുന്ന സമയത്ത് പരസ്യമായിട്ടൊരു മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിക്കാൻ അവർക്ക് പറ്റാറില്ല. പലപ്പോഴും അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു പോളിസി എന്ന നിലയിൽ അവരത് ചെയ്യാറില്ല. പക്ഷെ അവർ ഈ പാർട്ടികൾ പറയുന്നത് ദേശീയ പാർട്ടികളൊക്കെ തന്നെ, അത് സമാജ്വാദി പാർട്ടി വളരെ ശക്തമായിട്ട് മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിച്ച മുലായം സിംഗിന്റെ പാർട്ടിയാണ് UP. അവരിപ്പോഴും അദ്ദേഹത്തിന്റെ മകൻ അഖിലേഷ് യാദവും അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇപ്പോഴും നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ അഖിലേഷ് യാദവിന്റെ പാർട്ടിയിലാണ് ഉള്ളത്. പക്ഷെ എന്നാൽ പോലും അവിടെയും ഇങ്ങനെയുള്ള ഒരു ഭിന്നതകൾ പുറത്തു വരികയാണ്. ഈ തരത്തിലൊരു പ്രാദേശിക തരത്തിലുള്ള പാർട്ടികൾ, ഈ പാർട്ടികൾ പക്ഷേ ഇപ്പം അത് BJPക്ക് അനുകൂലമാണെന്ന് തോന്നാം. കാരണം അസമിൽ അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ അതിശക്തമായിട്ട് ഇൻഫിൽട്രേഷനെതിരായിട്ട്, നുഴഞ്ഞ കയറ്റത്തിനെതിരായിട്ട് നിലപാടെടുക്കുന്നു. നുഴഞ്ഞ കയറിയ ആളുകളെ ബംഗ്ലാദേശിലേക്ക് പറഞ്ഞായിരുന്നു. അദ്ദേഹത്തെ കോൺഗ്രസ് മുസ്ലിം അനുകൂല നിലപാടുമായിട്ട് കോൺഗ്രസ് എതിർക്കുന്നു. ആ സമയത്ത് കോൺഗ്രസിന് കിട്ടിയിരുന്ന മുസ്ലിം അനുകൂല വോട്ടുകളാണ് ഇപ്പോ ആസാമിൽ പുതിയ പാർട്ടി അല്ലെങ്കിൽ AIUDF മാറ്റിയെടുക്കുന്നത്. അതിന് ഒരുപക്ഷെ AMIM പോയി സഹകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്ഷീണം സംഭവിക്കുന്നത് കോൺഗ്രസിനാണ്, നേട്ടം BJPക്കായിരിക്കും. അതേപോലെ തന്നെ ബംഗാളിലും ആസാമിലൊക്കെ തന്നെ അതിന്റെ നേട്ടം BJPക്കാണ് ഉണ്ടാകുന്നത്. കാരണം ബംഗാളിൽ തൃണമൂലിനാണ് ക്ഷീണം സംഭവിക്കുന്നത്, ആസാമിൽ ക്ഷീണം സംഭവിക്കുന്നത് കോൺഗ്രസിനാണ്, മഹാരാഷ്ട്രയിലും കോൺഗ്രസിനാണ് ക്ഷീണം സംഭവിച്ചത്. പക്ഷെ ആത്യന്തികമായിട്ട് തങ്ങൾക്ക് വലിയൊരു രാഷ്ട്രീയ ശക്തിയായി മാറാൻ പറ്റും. കാരണം ദേശീയ പാർട്ടികളുടെ പിണിയാളുകളായിട്ട് നിന്നിട്ട് ഐഡന്റിറ്റി ഇല്ലാതെ മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിന് പകരം പൂർണ്ണമായിട്ടും ഒരു മുസ്ലിം പാർട്ടിയായിട്ട് നിൽക്കാനാണ് ഇന്ത്യയിലെ വിവിധ തലത്തെ മുസ്ലിങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ ഇത് ഇന്ന് ഒരുപക്ഷെ BJPക്ക് ഗുണം ചെയ്യുമെങ്കിലും നാളെ കടുത്ത ദോഷം ചെയ്യും. കാരണം 1947 നമ്മുടെ രാജ്യത്തിന്റെ വിഭജനത്തിലേക്ക് നയിച്ചത് ഈ മതരാഷ്ട്രീയമാണ്. അപ്പം കാലക്രമേണ അവർക്ക് പുതിയ പുതിയ ആവശ്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ ഇന്ത്യയിലെ
ന്യൂനപക്ഷങ്ങൾ പൊതുവെ മുസ്ലിങ്ങൾ കോൺഗ്രസിന്റെ കൂടെയാണ് നിന്നിരുന്നത്. ഒരു പ്രത്യേക പാർട്ടിയായിട്ട് നിന്നിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി. കാരണം അവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, ഇന്ത്യ വിഭജനത്തിന്റെ ഉത്തരവാദിയായ ജിന്നയുടെ സർവേന്ത്യ ലീഗല്ല, ഞങ്ങൾ പുതിയ പാർട്ടിയാണ്, പഴയ പാർട്ടിയല്ല എന്നൊക്കെയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറയുന്നത്. ആ മുസ്ലിം ലീഗായിട്ട് ഇരു മുന്നണികളും മാറി മാറി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് ഒരു ദേശീയവാദി പാർട്ടിയായിട്ട് പരസ്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കുകയും മുസ്ലിം ലീഗ് മതപരമായ നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിനകത്ത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ തരത്തിലുള്ള വിവിധ മുസ്ലിം സംഘടനകളെ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ നിൽക്കുന്നത് ഈ പാർട്ടികളിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും മുസ്ലിം ലീഗും ആരുടെ കൂടെ നിൽക്കും. ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പല വിഷയത്തിലും മുസ്ലിം അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ എൻ ബ്ലോക്കായിട്ട് അവർക്ക് മുസ്ലിം വോട്ട് കിട്ടുന്നില്ല. പക്ഷെ വോട്ട് കിട്ടാൻ വേണ്ടി മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിക്കും, ചിലപ്പോൾ മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കും. CPM ആണെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരാണ് എന്നൊരു ധാരണ പല സ്ഥലത്തും വരുത്തി തീർക്കാൻ വേണ്ടി അത് അവർക്ക് ഹിന്ദു വോട്ട്, നായർ വോട്ട് കിട്ടണം, SNDPയുടെ വോട്ട് കിട്ടണം. അതുപോലെ തന്നെ തങ്ങളുടെ അണികളിൽ നിന്ന് BJPയിലേക്ക് പോയ ആ വോട്ടിന്റെ ആ ഒഴുക്ക് തടയണം, അല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ ഈ ഒരു നിലപാടാണ് കേരളത്തിലെ CPM സ്വീകരിക്കുന്നത്. ഓരോ സംസ്ഥാനത്തും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിന് വേണ്ടിയാണ് മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്, ചിലർ മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഓരോ ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ നിൽക്കാതെ തങ്ങളുടെ സ്വത്വബോധം സൃഷ്ടിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ വലിയൊരു മുസ്ലിം പാർട്ടി വരുന്ന ഏതാനും ദശകങ്ങൾക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ നമുക്ക് മഹാരാഷ്ട്രയിലെയും AIMIMന്റെയും അതുപോലുള്ള പാർട്ടികളുടെയും ഇസ്ലാം പാർട്ടിയുടെയും അതുപോലെ തന്നെ ആസാമിലെ UDFന്റെയും പശ്ചിമ ബംഗാളിൽ ഹുമയൂൺ കബീറിന്റെ പാർട്ടിയുടെ ഒക്കെ വളർച്ച നമ്മളെ മനസ്സിലാക്കുന്നു.